അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം ലക്ഷ്യം മാത്രമല്ല മാർഗവും പ്രധാനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ വലാ സ്വദഖത്തുൻ മിൻ ഗുലൂലിൻ. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ശുദ്ധിയില്ലാത്ത നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. വഞ്ചിച്ച് ഉണ്ടാക്കിയതിൽ നിന്നും ദാനം ചെയ്താൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ഇബാദത്തുകളാണ് നമസ്കാരവും സ്വതക്കയും. നമസ്കരിക്കാൻ നിർബന്ധമായും ശുദ്ധി കൂടിയേ തീരൂ. ഉളു എടുക്കാത്ത നമസ്കാരങ്ങൾ സ്വീകാര്യമല്ല. അതുപോലെ ആളുകൾക്ക് ദാനം നൽകുന്നത് നല്ല സമ്പത്തിൽ നിന്നാവണം. അവനവന് പാരമ്പര്യമായി കിട്ടിയ ഹലാലായ സമ്പത്തിൽ നിന്ന്, അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന്, തനിക്ക് അർഹതപ്പെട്ടതിൽ നിന്ന് മാത്രമാകണം ദാനം നൽകേണ്ടത്. ദാനം വളരെ പുണ്യകരമായ പ്രവൃത്തിയാണ്. അതിനാൽ വഞ്ചനയിലൂടെ കാശുണ്ടാക്കിയിട്ട് ദാനം ചെയ്യാമെന്ന് തീരുമാനിക്കാൻ പാടില്ല. ലക്ഷ്യം ദാനമാണെങ്കിൽ മാർഗം നല്ല മാർഗം തന്നെയാകണം. ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ ശുദ്ധമാകണം. ദാനം ചെയ്യുക എന്ന നല്ല ലക്ഷ്യത്തിന് വേണ്ടി വഞ്ചനയിലൂടെ സമ്പാദിക്കുക എന്ന മോശമായ മാർഗം ഉപയോഗിക്കാൻ പാടില്ല. ലക്ഷ്യം മാത്രമല്ല മാർഗവും അതിപ്രധാനമാണ്. അതിനാൽ വഞ്ചിച്ചുണ്ടാക്കിയ സമ്പത്ത് ദാനം ചെയ്താൽ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. താൻ തൻ്റെ നമസ്കാരത്തിന് ഒളെടുത്താണ് നിൽക്കുന്നത് എന്ന് ഓരോ വ്യക്തിയും ഓരോ വിശ്വാസിയും ഉറപ്പിക്കുന്നത് പോലെ അതെല്ലാവരും ഉറപ്പിക്കാറുണ്ട്. തൻ്റെ സമ്പത്ത് ഹലാലാണ് എന്ന് എല്ലാവരും ഉറപ്പിക്കേണ്ടതുണ്ട്. വഞ്ചനയിലൂടെയോ മോശമായ വഴിയിലൂടെയോ ഉള്ള സമ്പത്ത് തൻ്റെ സമ്പത്തിൽ കലർന്നിട്ടില്ല എന്നും ഉറപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ കലർന്നിട്ടുണ്ടെങ്കിൽ വഞ്ചനയുടെ വഴിയിലൂടെ കിട്ടിയ സമ്പത്ത് ദാനം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടാത്ത സമ്പത്താണ്. കാരണം ദാനം പുണ്യമാണ് എന്നതുപോലെ ഏറ്റവും പുണ്യമാണ് നല്ല രൂപത്തിൽ സമ്പാദിക്കൽ. തെറ്റാണ് മറ്റൊരാളെ വഞ്ചിക്കൽ, ചതിക്കൽ. അതിനാൽ ചതിയിലൂടെ വഞ്ചനയിലൂടെ ആരും സമ്പാദിക്കാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. അത്തരമൊരു സമ്പത്ത് ദാനം ചെയ്താൽ പോലും അള്ളാഹ് സ്വീകരിക്കില്ലെങ്കിൽ എത്രമാത്രം ഗൗരവമാണ് അത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അതിനാൽ വഞ്ചനയില്ലാത്ത ശരിയായ രൂപത്തിലുള്ള സമ്പാദ്യം വേണം. ആ സമ്പാദ്യത്തിൽ നിന്ന് സ്വതക്ക നൽകണം. അതുവഴി അള്ളാഹുവിൻ്റെ പ്രീതി നേടണം. അതുപോലെ നമസ്കാരത്തിന് ശുദ്ധി ഉറപ്പിക്കണം. നമസ്കാരത്തിന് ശുദ്ധി ഉറപ്പിക്കുന്നത് പോലെ തന്നെ വഞ്ചിച്ച സമ്പാദ്യം തൻ്റെ സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിലില്ല എന്നും വിശ്വാസി ഉറപ്പിക്കണം. നല്ല ലക്ഷ്യവും അതിനനുസരിച്ച നല്ല മാർഗവും സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ പ്രീതി നേടണം. അതുവഴി സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.